ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ കുറച്ച് മത്തിയായിട്ടാണ് കേട്ടോ. ഇന്ന് കുറച്ച് നല്ല പച്ച മത്തി കിട്ടി. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ആക്കിയാലോ. നല്ല പെടപ്പ മത്തി എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ. അതേ ചെകിള നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ കുറച്ച് സമയം വെള്ളം ഒഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ആ മത്തിയുടെ പുറത്തുള്ള ചെതുമ്പലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്ലീൻ ആക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ മത്തി ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നേ. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നല്ല മുട്ടയുണ്ട് കേട്ടോ, നല്ല വലിയ മുട്ടയുള്ള മത്തിയാണ്. അപ്പോൾ ഇത് അരിമുട്ടയാണ്. അപ്പോൾ ദേ അടുത്ത മത്തി ഞാൻ എടുത്ത് മത്തിയുടെ 2 സൈഡും നമ്മൾ നല്ലപോലെ ചെതുമ്പണം. ഒരുപാട് ചെതുമ്പലുള്ള മീനാണ് മത്തി. അപ്പോൾ ഇതിൻ്റെ 2 പുറവും ഇതുപോലെ കത്തി കൊണ്ട് ചെതുമ്പൽ മാറ്റണം. 2 പുറവും മാത്രമല്ല, അതിൻ്റെ പുറം സൈഡിലും ചെതുമ്പലുണ്ടാവും. അപ്പോൾ അത് കത്തി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചെതുമ്പി എടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ പുറം ഭാഗത്ത് ഇത് കണ്ട ഞാനിത് കത്രിക കൊണ്ടാണ് മുറിച്ച് കളഞ്ഞത്. വാലും കത്രിക കൊണ്ട് തന്നെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് തല മുറിക്കുന്നത്. കത്രിക കൊണ്ട് തല മുറിച്ച് കഴിഞ്ഞ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് വശം പോരാ. അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ട് തന്നെ തല മുറിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ വയറ് ഭാഗം ഇങ്ങനെ അരിഞ്ഞ് മാറ്റുന്നത്. അപ്പോൾ അകത്ത് കാണുന്ന ആ വേസ്റ്റും കുടലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വലിച്ചു മാറ്റിയതിന് ശേഷം വേണ്ട അകത്ത് മുട്ട ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒട്ടും പൊട്ടിപ്പോകാതെ കണ്ട് ആ മുട്ട ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് വലിച്ചിങ്ങോട്ടെടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനാണെങ്കിലും ഇപ്പോൾ തേങ്ങയിട്ട് തോരനാക്കിയൊക്കെ ചിക്കിയൊക്കെ എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മത്തി ക്ലീൻ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ പാടായിട്ടൊക്കെ തോന്നും. വെറും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. മുട്ട എല്ലാ മത്തിയിലും ഉണ്ട്. വലിയ മത്തിയിൽ മാത്രമേ മുട്ട ഉണ്ടാവുള്ളൂ, ചെറിയ മത്തിയിൽ മുട്ടയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് വലിയ മത്തി ആയതുകൊണ്ടാണ്, ഉരുണ്ട മത്തിയാണിത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൈഡിലും ചെതുമ്പലും കളഞ്ഞ് ആ പുറം ഭാഗത്ത് ചെതുമ്പലും കളഞ്ഞിട്ട് ആ പുറത്തുള്ള ആ ഒരു സൈഡിലൊരു സാധനമുണ്ട്, ഇങ്ങനെ പൊങ്ങി നിൽക്കും, ചെകിള പോലെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മുറിച്ച് കളയണം. പിന്നെ കത്തി കൊണ്ട് മാത്രമാണെങ്കിലും ചെയ്യാൻ കേട്ടോ, കത്രിക തന്നെ വേണമെന്നില്ല. ഞാനത് കത്രിക നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. കത്തിക്ക് മൂർച്ച കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക ഉപയോഗിച്ചും വെട്ടാം. ഈ 2 സൈഡിലുള്ള ആ ഒരു സാധനം കൂടി ഞാൻ കൈകൊണ്ട് മുറിച്ച് കളയുന്നുണ്ട്. വീട്ടമ്മമാർക്ക് എല്ലാം മത്തി ക്ലീൻ ചെയ്യാനും ഒക്കെ അറിയാം. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ, അതായത് ഞണ്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കാം, അവർക്കൊക്കെ ആദ്യമായിട്ടൊക്കെ ആയിരിക്കുമല്ലോ മീൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അന്ന് കമൻറ്റിൽ കണ്ടെങ്കിലും എനിക്ക് പിന്നെ അത് ഇടാൻ സാധിച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് പച്ചമത്തി കിട്ടിയപ്പോഴത്തേക്ക് അന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ.
ഇത് ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ, 2 സൈഡിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അത് ഇതാണേ. പിന്നെ ഈ അകത്തിരിക്കുന്ന കുടൽ വലിച്ചു കഴിയുമ്പോൾ അതിനകത്തിരിക്കുന്ന എല്ലാ കറുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണേ. കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം. എന്നിട്ട് നല്ല ക്ലീൻ ആക്കണം അതിനകത്ത്, അല്ലെങ്കിൽ കുടലിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ആ വേസ്റ്റ് അല്ലേ, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അത് ഞാനെല്ലാം ഇതുപോലെ ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പൊടിയുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ട് തേക്കണം. തേച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് തേച്ച് കഴുകി പതച്ച് കഴുകി എടുക്കണം. അപ്പോഴേ അതിൻ്റെ ഉളുമ്പ് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഞാനിപ്പോൾ ഇത് ഒരു പ്രാവശ്യം കാണിക്കുന്നുള്ളൂ. ഞാനൊരു 5-6 പ്രാവശ്യം ഇതുപോലെ തേച്ച് കഴുകിയെടുക്കണം. ഉപ്പ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. പിന്നെ ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ ചട്ടിയിലിട്ട് തേച്ച് ഇതുപോലെ പതച്ച് കഴുകി, ഇതിനാണ് പതച്ച് കഴുകണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൈകൊണ്ട് പതച്ച് കഴുകി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഉളുമ്പ് പൂർണ്ണമായിട്ട് മാറി മത്തി നല്ല ക്ലീനായിട്ട് കിട്ടും. കണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുക്കാനാണെങ്കിൽ ഒന്ന് വരഞ്ഞെടുക്കണം, കറി വയ്ക്കാനാണെങ്കിൽ 2ആയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ദാ എല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത മുട്ടയില്ലേ, അത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.